ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് സമയം മുറ്റത്തിലൂടെ ഒന്നിങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ രാവിലെ തന്നെ എണീറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മുറ്റത്തിലൂടെ ഒന്നിങ്ങനെ കുറച്ച് സമയം നടന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. രാവിലത്തെ നടത്തവും കാര്യങ്ങളും വർക്കൗട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് കയറിയിട്ട് ആദ്യം തന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഒരു ഡ്രിങ്ക് രാവിലെ തന്നെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാനായിട്ടും ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല, നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടും പിന്നെ നമ്മുടെ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഒരു സംഭവം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഉലുവയും അതുപോലെ തന്നെ ചെറിയ ജീരകം ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. അയമോദകം അതും പട്ടയും വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. 2 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചിട്ട് ഞാനതൊരു ഗ്ലാസ് വെള്ളമാക്കിയിട്ട് അത് കുടിക്കാറാണ് കേട്ടോ. രാവിലെ തന്നെ വെറും വയറ്റിൽ ഞാൻ ആ ഒരു ഡ്രിങ്കാണ് കേട്ടോ ആദ്യം കുടിക്കാറുള്ളത്. അത് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി എനിക്ക് ഉണ്ടാവാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ എനിക്കായിട്ട് ഉണ്ടാക്കലില്ല. ഞാൻ മക്കൾക്ക് മാത്രം കുറച്ച് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യല്ല. ഞാൻ പറഞ്ഞല്ലോ ചൊളാണ്ടി ഉണ്ടാക്കിയിട്ട് അതാണ് കേട്ടോ കഴിക്കാറുള്ളത്. അതിൽ ഞാൻ ഷുഗറും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യലില്ല കേട്ടോ ഇപ്പം. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രിങ്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് കുറച്ചും കൂടി ഒന്ന് വറ്റിയിട്ട് ഒരു ഗ്ലാസ് വെള്ളമാക്കിയിട്ട് നമുക്ക് വെറും വയറ്റിൽ തന്നെ കുടിക്കാം കേട്ടോ. തലേ ദിവസം അരിയൊന്നും വെള്ളത്തിൽ ഇട്ട് വെക്കാത്തതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ മക്കൾക്ക് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പത്തിരിപ്പൊടി ഉണ്ടായിരുന്നു, ഒരു പാക്ക് വാങ്ങിയതുണ്ടായിരുന്നു കേട്ടോ. അതിന്മേൽ എഴുതിയിട്ടുണ്ട് ദോശയും ഇടിയപ്പവും പത്തിരിയും ഒക്കെ ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് പരീക്ഷിച്ചതാണ് കേട്ടോ. ഞാൻ ഇതുപോലെ ദോശ ഉണ്ടാക്കാറില്ല. നമ്മളെ വീട്ടിൽ പൊടിക്കണ പൊടി വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ വാങ്ങുന്ന പൊടി വെച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്നത്. സക്സസ് ആവുമെന്ന് അറിയില്ല, എന്നാലും മക്കൾക്ക് ഒരു 2-3 ദോശ കിട്ടിയാൽ അത് മതി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഞാൻ വെയിറ്റ് നന്നായിട്ട് കൂടിയിട്ടുണ്ടെന്ന്. എനിക്ക് രാവിലെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ ചായ. അത് ഞാൻ നന്നായിട്ട് കുടിക്കും കേട്ടോ. നന്നായിട്ട് കുടിക്കും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഗ്ലാസ്സിന് തന്നെ ചായ ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബിസ്ക്കറ്റോ അങ്ങനത്തെ ബ്രെഡോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ എനിക്ക് ചായയിലേക്ക് നിർബന്ധമായിരുന്നു കേട്ടോ. ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കഴിക്കണോണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും കേട്ടോ. കാരണം നമ്മൾ നന്നായിട്ട് വെയിറ്റ് കൂടാനും ചായയൊക്കെ പരമാവധി ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. ചായ കുടിക്കാനുള്ളൊരു ടെൻഡൻസി ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ടീയോ അങ്ങനത്തെ ഒക്കെ കുടിക്കുകയാണ് നല്ലത് കേട്ടോ. പക്ഷേ എനിക്ക് ഗ്രീൻ ടീ ഒന്നും കുടിക്കാൻ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ അതൊന്നും കുടിക്കാറില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഡ്രിങ്കാണ് കേട്ടോ ഞാൻ കുടിക്കാറുള്ളത്. പിന്നെ ചായൻ്റെ ടെൻഡൻസി വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുടിക്കാറാണ് കേട്ടോ. രാവിലെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊന്നും പിന്നെ എനിക്ക് ഫുഡ് വേണ്ടാത്തതുകൊണ്ട് തന്നെ മക്കൾക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ലഞ്ചിനായിട്ട് ഞാൻ ഉച്ചക്ക് കുറച്ച് ചിലപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെക്കും, അല്ലെങ്കിൽ കുറച്ച് നേരം വൈകിട്ടാണ് ഉണ്ടാക്കിയേക്കുക. ഇന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് നേരം വൈകിട്ടുണ്ട് ലഞ്ചും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്ന് ഒരാളെ നമ്മൾ വിളിച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പം അവർ കുറച്ച് വൈകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പം അവർ വരുന്നതിന് മുന്നേ ബെഡ്ഷീറ്റും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ചെടിയൊക്കെ വെട്ടി നല്ല ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നായിട്ട് ഇട്ട വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ ചെടി ഒരു മനുഷ്യൻ്റെ ഉയരത്തിൽ വരെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെടിയല്ല പുല്ല് കേട്ടോ. നമ്മളെ ഗ്രാസ് വെച്ചതൊന്നും കാണില്ലായിരുന്നു. അതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് പുല്ല് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെട്ടി നമ്മുടെ ചെടിയൊക്കെ ഒന്ന് വെട്ടി നീറ്റാക്കി ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ തെങ്ങിൻ്റെ ഉള്ളിലായിട്ട് നന്നായിട്ട് പുല്ല് വന്നിട്ടുണ്ടായിരുന്നു. അത് വെട്ടിയതിന് ശേഷം ഉണ്ട് നമുക്കൊരു 15ഓളം തേങ്ങ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
പുല്ലൊക്കെ വെട്ടി കഴിഞ്ഞതിന് ശേഷം മുറ്റൊന്നും ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മുറ്റൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം, പിന്നെ വീടിൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യണം, അങ്ങനത്തെയൊക്കെ പരിപാടികളുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ എനിക്ക് കുറച്ച് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മക്കൾ പോയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ അവരുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ എത്ര നീറ്റാക്കി വെച്ചാൽ അവരെന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് പോകാൻ സമയമാകുമ്പോഴത്തിന് അതൊക്കെ ഒരു വിധമാക്കിയിട്ട് അവർ പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവർ പോയതിൻ്റെ ശേഷമാണ് ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാറുള്ളത് കേട്ടോ. മക്കളൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ക്ലീനിങ്ങും പരിപാടികളൊക്കെ തുടങ്ങിയത്. ക്ലീനിങ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരാളെ വിളിച്ചിട്ടുണ്ട്. അപ്പം അവർ അകം തുടക്കലും കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി ക്ലീൻ ചെയ്തിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എന്തായാലും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എന്തായാലും എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളായിട്ടൊരു സന്തോഷ വാർത്ത ഷെയർ ചെയ്യാമെന്നില്ലേ. നമ്മുടെ ചാനൽ അൽഹംദുലില്ലാ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് കേട്ടോ. വലിയൊരു അച്ചീവ്മെൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ കാണുന്നത്. നമുക്ക് വീട്ടിൽ ഒതുങ്ങി കൂടുന്ന ആ ഒരു സമയത്ത് നമുക്കായിട്ടുള്ളൊരു ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആ സമയത്തൊന്നും ഞാൻ ഇതിൽ നിന്നൊരു വരുമാനം കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ ഈ ഒരു ചാനൽ തുടങ്ങിയത്. നമ്മളൊരു സന്തോഷം, നമ്മൾ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ളൊരു മോട്ടിവേഷൻ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ തന്നെ കാരണം. പക്ഷെ നമുക്ക് അൽഹംദുലില്ലാ അതിന് മോണിറ്റൈസേഷനും ഏണിങ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വരെ എത്തിയത്. അപ്പം മുന്നോട്ടും ഇനി നിങ്ങൾ എന്തായാലും നമ്മളൊപ്പം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ പറ്റ കുറവായിരുന്നു കേട്ടോ. അത് നമ്മൾ വീഡിയോ പ്രോപ്പറായിട്ട് ഇടാത്തത് കൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യൽ തുടങ്ങിയപ്പോൾ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഡൗൺ ആകുന്ന സമയത്ത് നമ്മൾ വ്യൂസും കാര്യങ്ങളൊക്കെ കുറയാറുണ്ട് കേട്ടോ. നമുക്ക് എന്നും വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്ത് മുന്നോട്ട് പോകാനൊന്നും കഴിയില്ല. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ സമയം കണ്ടെത്തിയിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണ്, എന്നോട് പേഴ്സണലായിട്ടും പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റിലൂടെയൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കമൻ്റ് അയച്ച എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ നമ്മുടെ ചാനലിപ്പോൾ ഒരു 4000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ഇൻഷാ അള്ളാ ഒരു 5000 സബ്സ്ക്രൈബർ ആവുമ്പോൾ നമ്മളെന്തായാലും ഒരു ഗിവ് അവേ വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ. അപ്പോൾ എല്ലാവരും ആ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഒരു 5000 സബ്സ്ക്രൈബർ അല്ല, അത് പെട്ടെന്ന് തന്നെ നമുക്ക് ആവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ഒന്ന് കട്ടക്ക് പിടിച്ചാൽ എന്തായാലും 5000 സബ്സ്ക്രൈബർ ആവട്ടോ. അപ്പോൾ നമ്മുടെ സന്തോഷത്തിൽ നിങ്ങളും കൂടെ പങ്കാളികളാകുമ്പോൾ നമുക്കത് അതിലും മധുരം കൂടും. അപ്പം എന്തായാലും ഇൻഷാ അള്ളാ നമുക്ക് ഒരു ഗിവ് അവേ ഒക്കെ വെക്കണം. നിങ്ങൾക്ക് നല്ല നല്ല ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തരാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ 5000 സബ്സ്ക്രൈബർ പെട്ടെന്ന് തന്നെ ആവട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തില്ലേ. എൻ്റെ സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ലോസും അതുപോലെ തന്നെ വെയിറ്റ് ലോസിനായിട്ടുള്ള ഡ്രിങ്കൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് എഫക്റ്റീവായി തോന്നിയിട്ടാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം മക്കളൊക്കെ വരാനുള്ളൊരു സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കായിട്ട് ഞാൻ സ്നാക്ക് ഉണ്ടാക്കുകയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.